എനിക്ക് ആകെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പറയാന്ന് പറഞ്ഞാൽ ഇപ്പം ജോയി ചേട്ടൻ അല്ലെങ്കിൽ നിമിഷ, അത് പിന്നെ സനലേട്ടൻ്റെ സിനിമകളാണെങ്കിലും ഫെസ്റ്റിവൽ മൂവീസാണ്. അപ്പം മെയിൻ സ്ട്രീം സിനിമകളിലുള്ള അങ്ങനെ അത് കോണ്ടാക്ട്സ് വേറെ ടെക്നീഷ്യന്മാരാണെങ്കിലും നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്നിട്ട് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിരുന്നു, കോണ്ടാക്ട്സ് ഇല്ല. ബന്ധങ്ങളാണ് ഏറ്റവും ഇതല്ലേ, കോണ്ടാക്ട് കീപ്പ് ചെയ്താലേ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു സിനിമയിൽ എത്താം, പക്ഷെ മുന്നോട്ട് പോകണമെങ്കിൽ അടുത്തൊരു സിനിമ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ കോണ്ടാക്ട്സ് തന്നെ വേണം. അത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ അസിസ്റ്റ് ചെയ്യാതെ അല്ല മറ്റേ ആരുടെയും കൂടെ വർക്ക് ചെയ്യാതെ വന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം വേറെ എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല. അങ്ങനെ അസിസ്റ്റ് ചെയ്യാതെ വരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വരുമ്പോൾ ഭയങ്കര പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഈ മലയാള സിനിമാ മേഖലയിൽ നിന്നല്ല ഏത് സിനിമാ മേഖലയിലും? തീർച്ചയായിട്ടും കോണ്ടാക്ട്സ് ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കോണ്ടാക്ട്സ് ഇല്ല, പിന്നെ ഇതുപോലെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പെട്ടെന്ന് മറന്നുപോലും. പിന്നെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക അഖിൽ വിശ്വനാഥിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശരിക്കും അജിത്തിനെ നമ്മളായാലും തേടുന്നത്. അങ്ങനെയാണ് ശരിക്കും പറയാലോ. എവിടെയാണ് ഈ സിനിമാറ്റോഗ്രാഫറിനെ കുറിച്ചൊരു പോസ്റ്റ് കാണുന്നത് തന്നെ അനീറ്റ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്, അനീറ്റ ആൻസി ജോസഫ് അവൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് കാണുന്നത്. അത് സനൽകുമാർ ശശിധരൻ അത് ഷെയർ ചെയ്തപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അജിത്തിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്.